ഇന്നലെ നമ്മൾ കണ്ടതായിരുന്നു PJ കുര്യൻ യൂത്ത് കോൺഗ്രസിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തെ അടക്കം വേദിയിലിരുത്തിക്കൊണ്ട് ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത്. നിങ്ങൾ SFIയെ കണ്ടു പഠിക്കൂ, എങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത് എന്ന് മാങ്കൂട്ടത്തിൻ്റെ അടക്കം മുഖത്ത് നോക്കി പറയുന്നത് നമ്മൾ കണ്ടതാണ്. ഒരു വാർഡിലേക്ക് തികച്ചിറങ്ങിയാൽ ഒരു 25 പേരെ തികച്ചെടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ എന്ന ചോദ്യം യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ മുഖത്ത് നോക്കി PJ കുര്യൻ ചോദിക്കുന്നു. ഇപ്പോൾ PJ കുര്യന് നേരെ വലിയ സൈബർ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിന് മറുപടിയുമായി രാഹുൽ മാങ്കൂട്ടം അടക്കം രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ്. അതായത് സ്വന്തം പാർട്ടിയിലെ നേതാക്കൾക്ക് പോലും വിശ്വാസ്യതയില്ലാത്ത അല്ലെങ്കിൽ ബോധ്യമില്ലാത്തൊരു പ്രസ്ഥാനമായി യൂത്ത് കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞത്, ഇന്നലെ INTUCയുടെ യുവജന സംഘടന വളരെ ശക്തമായ നിലപാട് യൂത്ത് കോൺഗ്രസിനെതിരെ സ്വീകരിക്കുകയുണ്ടായി. അതായത് ഇത്തരത്തിൽ പബ്ലിസിറ്റിക്ക് വേണ്ടി റീൽസ് എടുത്ത് നടത്തുന്നവരെ ജനം ചവിട്ടി പുറത്താക്കും എന്ന വിമർശനമാണ് ഇന്നലെ INTUCയുടെ യുവജന സംവിധാനം സ്വീകരിച്ചിരിക്കുന്നത്. INTUC യങ് വർക്കേഴ്സ് കൗൺസിലിൽ സംസ്ഥാന നേതൃ ക്യാമ്പിലാണ് വലിയ വിമർശനം യൂത്ത് കോൺഗ്രസിനെതിരെ ഉയർന്നു വന്നത്. ഉമേഷ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് കൊച്ചിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാനാണ്. ഉമേഷ്, യൂത്ത് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് സ്വന്തം പാർട്ടിയുടെ നേതാക്കളെയും സ്വന്തം പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന പ്രസ്ഥാനങ്ങളെയും തങ്ങളുടെ വിശ്വാസ്യതയും തങ്ങളുടെ പ്രവർത്തനശേഷിയും ബോധ്യപ്പെടുത്തുക എന്നതാണ്. PJ കുര്യനെ പോലെ ഏറ്റവും മുതിർന്ന നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുഖത്ത് നോക്കി പറയുന്നു, നിങ്ങൾ SFIയെ കണ്ടുപിടിക്കാൻ. ഇപ്പോഴിതാ INTUCയുടെ യുവജന വിഭാഗം പ്രമേയം അവതരിപ്പിക്കുന്നു, റീൽസ് എടുത്ത് നടന്നാൽ ജനം ചവിട്ടി പുറത്താക്കുമെന്ന്. അതെ മനു, ഈ യൂത്ത് കോൺഗ്രസിനെതിരെ മുതിർന്ന കോൺഗ്രസ് നേതാവ് തന്നെയാണ് ഇന്നലെ വിമർശനവുമായി രംഗത്തെത്തിയത് നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് കോൺഗ്രസിൻ്റെ തന്നെ പോഷക സംഘടന, അവരുടെ യുവജന വിഭാഗം യൂത്ത് കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. അങ്ങനെ തന്നെ പറയാം. കാരണം ഈ INTUCയുടെ യുവജന വിഭാഗം, INTUCയുടെ യങ് വർക്കേഴ്സ് കൗൺസിൽ, അവരുടെ നേതൃ ക്യാമ്പ് ഈ ആലുവയിൽ നടന്നിരുന്നു. 3 ദിവസങ്ങളിലായിരുന്നു ആ ക്യാമ്പ് നടന്നത്. ഇന്നലെയാണ് അവസാനിച്ചത്. ഈ ക്യാമ്പ് അവസാനിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു രാഷ്ട്രീയ പ്രമേയം ആ യോഗത്തിൽ അവതരിപ്പിക്കുകയുണ്ടായി. ആ രാഷ്ട്രീയ പ്രമേയത്തിലാണ് ശക്തമായ വിമർശനം യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. അതിലെ വാചകങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ അത് വ്യക്തവുമാണ്. അതായത് ഈ ഇരിപ്പും നടപ്പും നിൽപ്പുമൊക്കെ റീൽസാക്കി നാട്ടുകാർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ള ഉപകരണങ്ങളാക്കി ചിലർ ഈ രാഷ്ട്രീയ സംഘടനകളെ മാറ്റി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിമർശനം. അത് യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെയാണ് വിമർശനം എന്നുള്ളത് വ്യക്തമാണ്. ചാനൽ മുറികളിലെ അർത്ഥശൂന്യമായ വാഗ്വാദങ്ങളും ആശയശൂന്യമായ പരിപാടികളും കൊണ്ട് അത്തരക്കാർ ഈ പ്രസ്ഥാനത്തെയും സമൂഹത്തെയും നയിക്കുന്നത് കെടാത്ത തീയും ചാകാത്ത പുഴുവുമുള്ള നരകത്തിലേക്കാണ് എന്നൊക്കെയുള്ള തീവ്രമായ വാക്കുകൾ അവർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇത് കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട ഒന്ന് ഈ ഖദർ ധരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. അതൊരു വലിയ ചർച്ചാ വിഷയമാക്കി കൊണ്ടുവന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ടും അവർ വലിയ വിമർശനം ഉയർത്തുന്നുണ്ട്. എന്തിനാണ് ഈ ഖദർ ധരിക്കുന്നതെന്നൊക്കെ പുതിയ ചില നേതാക്കൾ പറഞ്ഞപ്പോൾ അതിനുള്ള മറുപടിയായാണ് അവർ പറയുന്നത്, ഖദർ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ അടയാളമാണ്. ഈ രാഷ്ട്രീയ വേദികളിൽ നെഞ്ചിൽ തുന്നിപ്പിടിപ്പിച്ച അന്തർദേശീയ ബ്രാൻഡുകളാൽ തങ്ങളുടെ വിപണന മൂല്യം ഉയർത്തപ്പെടും എന്ന് കരുതുന്നവർ രാഷ്ട്രീയ ദാരിദ്ര്യത്തിൽ അകപ്പെട്ടു എന്നും ഈ പ്രമേയത്തിൽ വിമർശിക്കുകയാണ്. ഇതിലും ഭയങ്കരമായൊരു വിമർശനം അവർ പറയുന്നുണ്ട്. അത് ഇങ്ങനെയാണ്: ആട് ഇല കടിക്കുന്നത് പോലെ സമരപ്പന്തലുകളിൽ നിന്ന് സമരപ്പന്തലുകളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന സെൽഫിയിസ്റ്റുകളായ നേതാക്കന്മാരെ അതിജീവനത്തിൻ്റെ സമരമുഖത്ത് ഇറങ്ങി നിൽക്കേണ്ടി വന്ന മനുഷ്യർ ചവിട്ടി പുറത്താക്കുന്ന കാലം അതിവിദൂരമല്ല. ഇങ്ങനെയാണ് ഈ വിമർശനം എന്നുള്ളതാണ്. ഇത് മറ്റാരുമല്ല ഈ വിമർശനം ഉന്നയിക്കുന്നത്, കോൺഗ്രസിൻ്റെ തന്നെ പോഷക സംഘടനയായ INTUCയുടെ യുവജന വിഭാഗം. അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളെ മറ്റൊരു യുവാക്കൾ, അതേ പാർട്ടിയിൽപ്പെട്ട യുവാക്കൾ തന്നെയാണ് ഇത്തരത്തിൽ വിമർശിക്കുന്നത് എന്നുള്ളതാണ്. ഇത് ചെറുതല്ലാത്ത വിമർശനമാണ്. മുതിർന്ന നേതാവ് PJ കുര്യനാണ് വിമർശിച്ചതെങ്കിൽ ഇത് യുവാക്കൾ തന്നെയാണ് യുവാക്കളെ വിമർശിക്കുന്നത്. അവരുടെ സംഘടനാ നേതാക്കളെക്കുറിച്ച് തന്നെയാണ് ഈ വിമർശനം. അത് വളരെ ഗൗരവത്തോടെ തന്നെ ഈ കോൺഗ്രസിൻ്റെ നേതൃത്വം കാണും എന്ന് പ്രതീക്ഷിക്കാം. ഒപ്പം യൂത്ത് കോൺഗ്രസ് ഇതിനെന്താണ് മറുപടി പറയുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. അതിന് ഏതായാലും നമുക്ക് കാത്തിരിക്കാം. ഉമേഷ്, കഴിഞ്ഞ ദിവസം PJ കുര്യന് മറുപടി പറഞ്ഞത് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല എന്നായിരുന്നല്ലോ രാഹുൽ മാങ്കൂട്ടം നൽകിയ മറുപടി. ഇനി INTUCക്ക് യുവജന വിഭാഗത്തിന് എന്ത് മറുപടി കൊടുക്കും എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഈ മറുപടികൾക്കൊക്കെ അപ്പുറത്തേക്ക് പൊതുസമൂഹം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ അണികൾക്കപ്പുറത്തേക്ക് അല്ലെങ്കിൽ UDF സംവിധാനങ്ങൾക്കപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ ലോകം കേരളത്തിലുണ്ടല്ലോ, മനുഷ്യരുണ്ടല്ലോ, അവരൊക്കെ ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, ഇവരെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.